കേട്ടിട്ട് ഡ്രോയിങ് എക്സാമിന് വരാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പല്ലവരുടെ തലസ്ഥാനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ കാഞ്ചീപുരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബുദ്ധന്റെ ഇരുചുമലുകളും മൂടുന്ന സന്യാസി വസ്ത്രം ഏത് കാലഘട്ടത്തിലെ കലയുടെ സവിശേഷതയാണ്? അതിൻ്റെ ആൻസർ ഗുപ്ത കാലഘട്ടം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ്, ഇലകളും പൂക്കളും വള്ളികളും പോലെയുള്ള വളഞ്ഞു പൊളഞ്ഞ ഓർഗാനിക് ലൈനുകൾ ഏതു കലാപ്രസ്ഥാനത്തിന്റെ സവിശേഷതകളാണ്? അതിൻ്റെ ആൻസർ മുഗൾ കല. നാലാമത്തെ ക്വസ്റ്റ്യൻ, മോഹൻജദാരോയിൽ നിന്നും ലഭിച്ച ഡാൻസിംഗ് ഗേൾ ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ന്യൂഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതട നാഗരികത ഡാഷ് യുഗ നാഗരികതയായിരുന്നു? എന്താണ് അതിൻ്റെ ആൻസർ? വെങ്കല യുഗ നാഗരികത. അത് അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തത്, ആദ്യകാല നാഗരികതകളിൽ ഒന്നാണ്. സിന്ധു നദീതട നാഗരികത. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതട നാഗരികത എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? ദക്ഷിണേന്ത്യ, അതായത് പാകിസ്ഥാന്റെ ഭൂരിഭാഗവും വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലും ഉൾപ്പെട്ട പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതട നാഗരികതയെ ഡാഷ് സംസ്കാരമെന്നും പറയുന്നു? ഹാരപ്പൻ സംസ്കാരം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതട നാഗരികതയിൽ ഉൾപ്പെട്ട നഗരങ്ങൾ? 1 ഹാരപ്പ, 2 മോഹൻജദാരോ, 3 ധോളവീര, 4 ലോത്തൽ, 5 രംഗപ്പൂർ. അങ്ങനെ തുടങ്ങിയ കുറച്ച് സിന്ധു നദീതട നാഗരികത അതൊക്കെ ഉണ്ട്, എക്സെട്ര. അപ്പോൾ കുറച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ, മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം എന്താണെന്ന്? നദികൾക്കിടയിലെ രാജ്യം. 11ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യകാല ഹാരപ്പൻ സംസ്കാരങ്ങൾ ഡാഷ് സംസ്കാരങ്ങളിൽ നിന്നുള്ളവയാണ്? ഏത് സംസ്കാരങ്ങളിൽ നിന്നുള്ളവയാണ്? നിയോലിത്തിക് സംസ്കാരങ്ങളിൽ നിന്നുള്ളവയാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതട സംസ്കാരത്തിലെ ഏതു പുരാവസ്തു കേന്ദ്രമാണ് പരാശരം ക ഘേര എന്നും അറിയപ്പെടുന്നത്? ആലം ഗീർപൂർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് സംസ്കാരത്തിലെ ആളുകളാണ് ആദ്യമായി പരുത്തിയും ബാർലിയും കൃഷി ചെയ്തിരുന്നത്? സിന്ധു നദീതട സംസ്കാരത്തിൽ. 14ാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങൾ ഡാഷിനെ ആരാധിച്ചിരുന്നു? പശുപതി, ശിവനെയാണ് ആരാധിച്ചിരുന്നത്, പശുപതിനെ. ഇത് കൂടുതലും സിന്ധു നദീതട ക്വസ്റ്റ്യൻസ് ഭാഗമായിട്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനത് എഴുതിയിരിക്കുന്നത്. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതടത്തിൽ ഏറ്റവും കൂടുതൽ കിണറുകൾ കണ്ടെത്തിയത് ഏത് സ്ഥലത്താണ്? മോഹൻജദാരോ. 700 കിണറുകളാണ് അവിടെ കണ്ടെത്തിയത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ആയിരുന്നു ബുദ്ധമത വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം? നിർവാണം. 17ാമത്തെ ക്വസ്റ്റ്യൻ, കൊടുങ്ങല്ലൂരിൽ കണ്ണകി ക്ഷേത്രം പണിത പ്രതിഷ്ഠ നടത്തിയ രാജാവ്? ചേരൻ ചെങ്കുട്ടവൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ, അൾട്ടാമിറ ഗുഹകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? സ്പെയിൻ. 19 കൃഷ്ണന്റെ ജീവിതത്തിലെ എപ്പിസോഡുകൾ
ജനപ്രിയ വിഷയങ്ങളായിരുന്നു. അത് ഏത് പെയിന്റിങ്ങുകളായിരുന്നു? രജപുത്ര, രാഗമാല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, ഷെയർ, കമൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻസ് 20ാമത്തെ ക്വസ്റ്റ്യൻ. വാർലി പെയിന്റിങ്ങിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രശംസ നേടിയ ഈ വ്യക്തിക്ക് 2011 പത്മശ്രീ അവാർഡ് ലഭിച്ചു. ആരാണ്? ദിവ്യ സോമ മഹേ. 21ാമത്തെ ക്വസ്റ്റ്യൻ. മഹാരാഷ്ട്രയിലെ വാർലി ഗോത്രത്തിൽ നിന്നുള്ള പ്രശസ്തനായ വാർലി ചിത്രകാരനാണ് ദിവ്യ സോമ മാസെ. മഹേ മാസെ ഒന്ന് തന്നെയാണ് കേട്ടോ, എഡിറ്റിങ്ങിന് എന്തോ വന്നാക്കണതാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ. വാർലി കലയിൽ പാലറ്റ് ഉപയോഗിക്കുന്നു. ഏതാണ്? മോണോക്രോമാറ്റിക്. 23ാമത്തെ ക്വസ്റ്റ്യൻ. വാർലിയുടെ പൊതുവായ വിഷയങ്ങൾ: പ്രകൃതി, കൃഷി, വേട്ടയാടൽ, ആഘോഷങ്ങൾ. 24ാമത്തെ ക്വസ്റ്റ്യൻ. കല, സാഹിത്യം, ശാസ്ത്രം, പൊതുസേവനം തുടങ്ങിയ ശാഖകളിലെ വിശിഷ്ട സംഭാവനകൾ അംഗീകരിക്കുന്ന ഉയർന്ന സിവിലിയൻ അവാർഡ് പത്മശ്രീ. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഡെക്കാനി മിനിയേച്ചർ പെയിന്റിംഗ് സ്കൂൾ ഒരു ഡാഷ് ആയി കണക്കാക്കപ്പെടുന്നു. മുഗൾ മിനിയേച്ചർ സ്കൂളിന്റെ ഒരു ഭാഗം. 26ാമത്തെ ക്വസ്റ്റ്യൻ. ടർക്കി കോക്ക് പെയിന്റിംഗ് വരച്ചത് ഏതു മുഗൾ കലാകാരനാണ്? മൻസൂർ. 27ാമത്തെ ക്വസ്റ്റ്യൻ. സസ്യജന്തുജാലങ്ങളുടെ അതിമനോഹരമായ ചിത്രീകരണങ്ങൾക്ക് പേരുകേട്ട ഒരു പ്രശസ്തനായ മുഗൾ ചിത്രകാരനായിരുന്നു ഡാഷ്. മൻസൂർ. 28ാമത്തെ ക്വസ്റ്റ്യൻ. മൻസൂർ എന്ന ചിത്രകാരൻ ഡാഷ് ചക്രവർത്തിയുടെയും ഭരണകാലത്ത് സേവനമനുഷ്ഠിച്ചു. അക്ബർ, ജഹാംഗീർ. 29ാമത്തെ ക്വസ്റ്റ്യൻ. മുഗൾ ഭരണകാലത്ത് ഉണ്ടായിരുന്ന പ്രശസ്ത മുഗൾ ചിത്രകാരന്മാർ: മിർ സയ്യിദ് അലി, നിഹാൽ ചന്ദ്, ഉറുഖ്സുദ്ദീൻ തുടങ്ങിയവരൊക്കെയാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഭരണകാലത്തുണ്ടായിരുന്ന പ്രശസ്ത മുഗൾ ചിത്രകാരന്മാർ. 30ാമത്തെ ക്വസ്റ്റ്യൻ. പഹാരി ചിത്രകലാ വിദ്യാലയം ഏത് മേഖലയിലാണ് ഉയർന്നു വന്നത്? എവിടേക്കാണെന്നുള്ളതാണ്. കാശ്മീർ, പഞ്ചാബ്, ഉത്തർപ്രദേശ് മുതലായ പ്രദേശങ്ങളിലെ കുന്നിൻ പ്രദേശങ്ങളിൽ നിന്നാണ് പഹാരി ഉത്ഭവിച്ചത്. അതാണ് അതിൻ്റെ അർത്ഥം. 31ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പേർഷ്യൻ ഘടകങ്ങൾ ഇടകലർന്നതും ഹിന്ദു പുരാണങ്ങളിലെ പ്രമേയങ്ങൾ പലപ്പോഴും ചിത്രീകരിക്കുന്ന അതിലോലമായതും ഗാനരചന ശൈലിയും ഡാഷ് പെയിന്റിങ്ങിന്റെ പ്രത്യേകതയാണ്. പഹാരി പെയിന്റിങ്ങിന്റെയാണ് പ്രത്യേകത. 32ാമത്തെ ക്വസ്റ്റ്യൻ. പ്രകൃതിദത്തമായ ശൈലിക്കും രാധയുടെയും കൃഷ്ണന്റെയും ചിത്രീകരണത്തിനും പേരുകേട്ടതാണ് ഡാഷ് പെയിന്റിംഗ്. കാങ്കര പെയിന്റിംഗ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. പഹാരി ചിത്രങ്ങൾക്ക് ഒരു റിയലിസ്റ്റിക് സ്പർശം നൽകിയ പ്രശസ്ത കലാകാരൻ? നൈൻ സു. ഇതും തിരിച്ചും ചോദിക്കാട്ടോ. കാങ്കര പെയിന്റിങ്ങിന്റെ പ്രത്യേകത എന്താണ്? പഹാരി പെയിന്റിങ്ങിന്റെ പ്രത്യേകത എന്താണ്? കാശ്മീരിലും. 34ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള ഒരു വിനോദ നാടോടി കലാരൂപമാണ് പുലിക്കളി? ആൻസർ കേരളം. 35ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രശസ്തമായ പുലിക്കളി നാടോടിക്കല അവതരിപ്പിച്ചത് ആര്? രാമവർമ്മ ശക്തൻ തമ്പുരാൻ.
ഈ പുലിക്കളി എന്ത് കലയാണെന്ന് ചോദിക്കുമ്പോഴും നമുക്ക് നാടോടിക്കല എന്നുള്ള ആൻസർ എഴുതാം. 36ാമത്തെ ക്വസ്റ്റ്യൻ, മധുബാനി പെയിന്റിംഗ് ഏത് സംസ്ഥാനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബീഹാർ. തിരിച്ചും ചോദിക്കാം, ബീഹാറിനായിട്ട് ബന്ധപ്പെട്ട ഒരു പെയിന്റിംഗ്, അത് മധുബാനി. അങ്ങനെ ഈ ക്വസ്റ്റ്യൻസിലെല്ലാം നമുക്ക് തിരിച്ചും ചോദിക്കാം. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ കലയുടെയും സംസ്കാരത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പടച്ചിത്രകൾ എന്ന പദത്തെ ഏറ്റവും നന്നായി വിവരിക്കുന്നത് ഏത് കലയിലാണ്? നാടൻ പെയിന്റിംഗ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, 5 മാർക്ക് ചെയ്ത നാണയങ്ങൾ സാധാരണ ഏത് ആകൃതിയിലാണ്